പ്രേമിച്ച് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മനുഷ്യന്മാരാണ്. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു അന്യ സ്ത്രീയോട് ഇഷ്ടം തോന്നും. ഇഷ്ടം തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രേമിച്ച് മെസ്സേജ് അയച്ച് പിന്നാലെ നടക്കുകയല്ല വേണ്ടത്. നേരെ പറ്റുന്ന ആളാണെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് അവരുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് കല്യാണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പ്രണയിച്ച് നടക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇല്ല. ഏതുവരെ? കല്യാണത്തിന് മുൻപ് വരെ. എന്നാൽ കല്യാണം കഴിഞ്ഞാലോ പിന്നെ ഇങ്ങോട്ട് പ്രേമം തുടങ്ങല്ലേ. പിന്നെ എല്ലായിടത്തും പ്രണയം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്തിനേറെ ഇത്രമേൽ പ്രണയത്തിന് പ്രതിഫലം പോലുണ്ട് എന്ന് പഠിപ്പിച്ചൊരു മതം അള്ളാന്റെ മതം അല്ലാതെ ഏതാ? അതായത് അവസാനം കൈയൊന്നേ ഇപ്പം ഇത് മൂപ്പര് എൻ്റെ ഭാര്യ എന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ കൈകോർത്ത് പിടിച്ചു നിന്നാൽ ഈ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ഞാനിങ്ങനെ റൊമാൻറ്റിക്കായി എൻ്റെ കെട്ടികളിങ്ങനെ നോക്കിയിരുന്നാൽ അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം എനിക്കുണ്ടാവും. ഞാനിങ്ങനെ ഒരുള്ള ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുത്താൽ അള്ളാഹ്ക്ക് അത് അത്രമേൽ പ്രിയപ്പെട്ട ഇബാദത്താണെന്നൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലസ്ട്രേഷൻ വേണ്ടേ? അപ്പം അത്രമേൽ പ്രണയത്തെ അംഗീകരിക്കുന്ന, പ്രണയത്തെ ഉൾക്കൊള്ളുന്ന മതമാണ് ഇസ്ലാം. അപ്പം ഇതിലൊക്കെ ഒരു ബറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കും മക്കളെ. കല്യാണത്തിന് മുമ്പ് പ്രണയിച്ചാൽ എന്ത് സംഭവിക്കും? അതൊരു അന്യാണും അന്യ സ്ത്രീയുമാണ്. ഈ പ്രണയം ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അതൊരു ഹറാമോടുകൂടെയുള്ള തുടക്കമാണ്. അതിൽ അള്ളാൻ്റെ ബറക്കത്ത് ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് മോനെ, പൈസയൊന്നുമല്ല സമാധാനം തരുന്നത്, അള്ളാഹുവാണ്. ആ സമാധാനം ഇല്ലാതാകും. പ്രണയിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ.